നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്ത് 30,000 കടന്ന് കോവിഡ് രോഗികൾ. സ്ഥിതി അതീവ ഗുരുതരം. ജനിതക മാറ്റം വന്ന വൈറസ് വ്യാപനം കൂടുന്നതായി മുഖ്യമന്ത്രി. ജില്ലയിൽ 3097 പേർക്ക് കൂടി കോവിഡ്. 4 ദിവസത്തിനകം രോഗികളുടെ എണ്ണം ഇരട്ടിക്കുമെന്ന് മുന്നറിയിപ്പ്. മെഡിക്കൽ കോളേജിൽ 300 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ പ്ലാന്റ് ഒരാഴ്ചയ്ക്കകം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രമുഖ ആശുപത്രികളിൽ കോവിഡ് കിടക്കകൾക്ക് ക്ഷാമം. തൃശൂർ നഗരത്തിലെ മാർക്കറ്റുകളിലെ തൊഴിലാളികളെ ബുധനാഴ്ച മുതൽ കർശന കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ജില്ലാ കളക്ടർ. പരിശോധനയ്ക്ക് സഹകരിച്ചില്ലെങ്കിൽ മാർക്കറ്റ് അടച്ചിടൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും കളക്ടർ. കൊടകരയിലെ കുഴൽപ്പണം തട്ടിപ്പ്. അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം വ്യക്തമാക്കാതെ റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി TCVക്ക്. BJP നേതാക്കളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന CPM നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ പണം കൊള്ളയടിച്ചതിന് പിന്നിൽ ആരെന്ന് ബോധ്യമാകുമെന്ന് CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ. തൈക്കാട്ടുശ്ശേരിയിൽ വാഴത്തോട്ടത്തിന്റെ ഷെഡിൽ നിന്നും 27.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. പിടികൂടിയ കഞ്ചാവിന് 50 ലക്ഷം രൂപയോളം വില വരുമെന്ന് പോലീസ്. പ്രശസ്ത ബാലസാഹിത്യകാരി സുമംഗല അന്തരിച്ചു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 32,819 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 32 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 5,170 ആയി. 18,413 പേർ രോഗമുക്തി നേടി. 30,409 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 24 മണിക്കൂറിനിടെ 1,41,199 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.24%. സംസ്ഥാനത്ത് സ്ഥിതി ഗുരുതരമാകുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനിതക മാറ്റം വന്ന വൈറസ് വ്യാപനം കൂടുന്നതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രോഗവ്യാപനം ആരോഗ്യമേഖലയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നായകത്വം ജനങ്ങൾ ഏറ്റെടുക്കണം. ലോക്ഡൌണിലേക്ക് പോകാതിരിക്കാൻ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാക്കാൻ പ്രാപ്തിയുള്ള ജനിതക മാറ്റ വൈറസിന്റെ സാന്നിധ്യം രൂക്ഷമായത് 1 മാസത്തിനിടെയാണെന്ന് കണ്ടെത്തി. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ബാറുകൾ, വിദേശമദ്യ വിൽപ്പന കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാൾ, ജിംനേഷ്യം തുടങ്ങിയവ താൽക്കാലികമായി അടച്ചു. വോട്ടെണ്ണൽ ദിനത്തിൽ സംസ്ഥാനത്ത് ലോക്ഡൌൺ വേണ്ടെന്ന് ഹൈക്കോടതി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ ദിനമായ മെയ് 2-ന് ലോക്ഡൌൺ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചിട്ടുള്ള കോവിഡ് പ്രതിരോധ നടപടികൾ തൃപ്തികരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 3,000 കടന്നു. 3,097 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1,302 പേർ രോഗമുക്തി നേടി. 3,072 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 11,961 സാമ്പിളുകളാണ് ജില്ലയിൽ പരിശോധിച്ചത്. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 22,799 ആയി. തൃശൂരിൽ പ്രതിദിന രോഗികളുടെ എണ്ണം കൂടുമെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇതിനെ പ്രതിരോധിക്കാനായി ജില്ലയിലെ ആശുപത്രികളിൽ വെന്റിലേറ്ററുകളും ഓക്സിജൻ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 300 യൂണിറ്റ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ഒരാഴ്ചയ്ക്കകം സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ കുതിച്ചുയരുന്നു. പ്രമുഖ ആശുപത്രികളിൽ കോവിഡ് കിടക്കകൾക്ക് ക്ഷാമം. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ജില്ലയിലെ പ്രമുഖ ആശുപത്രികളിൽ കോവിഡ് വിഭാഗത്തിലെ കിടക്കകൾ നിറഞ്ഞു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വാർഡിൽ സ്ഥലമില്ലാതെ നിലത്ത് കിടത്തിയാണ് ചികിത്സ തുടരുന്നത്. ആകെയുള്ളതിന്റെ 4/1 കിടക്കകളാണ് സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്കായി നീക്കിവച്ചിരുന്നത്. ആ കിടക്കകളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞതിനാൽ കോവിഡ് രോഗികളെ മടക്കി അയക്കുകയാണ് ജില്ലയിലെ ഒട്ടുമിക്ക ആശുപത്രികളും. ചില സ്വകാര്യ ആശുപത്രികളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരം കിടക്ക ഒഴിയുന്ന മുറയ്ക്ക് പ്രവേശിപ്പിക്കുന്ന അവസ്ഥയുമുണ്ട്. കോവിഡ് രോഗികൾക്കായി മാറ്റിവെച്ചിരുന്ന വെന്റിലേറ്റർ സൗകര്യമുള്ള ICUകളും നിറഞ്ഞിരിക്കുകയാണ്. ശ്വാസതടസ്സമുള്ള രോഗികൾക്ക് ICU ചികിത്സ ആവശ്യമാണെന്നിരിക്കെ ICUവിൽ കിടക്ക ഒഴിവില്ലാത്തത് പ്രതിസന്ധിയാവുകയാണ്. അതേസമയം ചില സ്വകാര്യ ആശുപത്രികൾ
കോവിഡ് ചികിത്സയ്ക്ക് കനത്ത തുക കെട്ടിവെക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന ആക്ഷേപമുണ്ട്. സർക്കാർ ആശുപത്രികളിൽ കിടക്കകൾ നിറയുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്കുള്ള കിടക്കകളുടെ എണ്ണവും ICU സൗകര്യവും വർദ്ധിപ്പിച്ചാലേ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കഴിയൂ. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്ന് നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ആനത്താവളത്തിലെ 32 പാപ്പാന്മാർക്കടക്കം നഗരസഭാ പരിധിയിൽ 96 പേർക്ക് കോവിഡ്. ആനത്താവളത്തിലെ 138 പേർക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ RT-PCR പരിശോധനയിലാണ് 32 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആനത്താവളത്തിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 38ആയി. പാപ്പാന്മാർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ ആനത്താവളത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ പേർക്ക് രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആനത്താവളം അടച്ചിടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗവ്യാപനത്തെ തുടർന്ന് നഗരസഭാ പരിധിയിലെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചിടാനും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ചേലക്കോട് സ്വദേശി മരിച്ചു. പുക്കുമടത്തിൽ കോയണ്ണി മുസ്ലിയാരുടെ മകൻ റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ 66 വയസ്സുള്ള മൂസക്കുട്ടിയാണ് മരിച്ചത്. കോവിഡ് ചികിത്സയ്ക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ മാർക്കറ്റിലെ തൊഴിലാളികളെ കർശന കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ജില്ലാ കളക്ടർ S. ഷാനവാസ്. ജില്ലയിൽ കോവിഡ് രോഗികൾ കൂടിവരുന്ന സാഹചര്യത്തിൽ മാർക്കറ്റുകൾ രോഗവ്യാപനത്തിന്റെ കേന്ദ്രങ്ങൾ ആകാതിരിക്കുന്നതിനാണ് തൊഴിലാളികളിൽ അടിയന്തരമായി പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത്. മാർക്കറ്റിലെ തൊഴിലാളികൾ പരിശോധനയ്ക്ക് സഹകരിച്ചില്ലെങ്കിൽ മാർക്കറ്റ് അടച്ചിടലടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കലക്ടർ പറഞ്ഞു. തിങ്കളാഴ്ച മാർക്കറ്റിൽ കോവിഡ് പരിശോധനയ്ക്കെത്തിയ ആരോഗ്യ പ്രവർത്തകരോട് മാർക്കറ്റിലെ തൊഴിലാളികൾ സഹകരിക്കാത്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ഓൺലൈനിൽ ചർച്ച നടത്തി. ബുധനാഴ്ച അരിയങ്ങാടി, ജയ്ഹിന്ദ്, ശക്തർ മാർക്കറ്റുകളിലെ മുഴുവൻ തൊഴിലാളികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കും. തൃശൂർ ജവഹർ ബാലഭവനിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു. നഗരത്തിൽ നിലവിൽ ജവഹർ ബാലഭവനിലെ ക്യാമ്പിൽ മാത്രമാണ് സൗജന്യ വാക്സിനേഷൻ ഉള്ളത്. രജിസ്റ്റർ ചെയ്ത ദിവസവും സ്ഥലവും സമയവും ലഭിച്ച 500 പേർക്ക് മാത്രമാണ് ഇപ്പോൾ ബാലഭവനിൽ വാക്സിൻ നൽകുന്നത്. വാക്സിൻ ലഭ്യത കുറഞ്ഞതോടെ സ്വകാര്യ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ നിജപ്പെടുത്തിയിട്ടുണ്ട്. ബാലഭവൻ കൂടാതെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലാണ് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് വാക്സിനേഷൻ ഉള്ളത്. ജില്ലയിൽ വാക്സിൻ ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. നിലവിൽ ഒരു ദിവസത്തേക്കുള്ള വാക്സിൻ മാത്രമാണ് സ്റ്റോക്കുള്ളത്. ഇടവേള. ഡെഡ് സ്ലോ കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ഞൊടിയിടയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. കൊടകരയിൽ കുഴൽപ്പണം തട്ടിയ സംഭവത്തിൽ 2 പ്രതികളെ കൂടി തിരിച്ചറിഞ്ഞു. ഇരുവരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. പണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം വ്യക്തമാക്കാതെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് നൽകിയത്. അന്തർ സംസ്ഥാന മാഫിയ ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികൾ ഗൂഢാലോചന നടത്തിയാണ് കൃത്യം നടപ്പിലാക്കിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പണം 3 കാറുകളിലായി എത്തിയ ഗുണ്ടാ സംഘം തട്ടിയെടുത്തത്. കോഴിക്കോട് സ്വദേശി ഷംസീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കൊടകരയിൽ പണം കവർച്ച ചെയ്ത സംഭവവുമായി BJPയെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ CPM ഗൂഢാലോചനയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ. BJPയുടെ 1 രൂപയും നഷ്ടപ്പെട്ടിട്ടില്ല. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പാർട്ടി നൽകുന്നത് അക്കൗണ്ട് വഴിയാണ്. ബാക്കി ചെലവിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി കണക്ക് നൽകുന്ന പാർട്ടിയാണ് BJP എന്ന് അനീഷ് കുമാർ ചൂണ്ടിക്കാട്ടി.
BJPയെയും പാർട്ടി നേതാക്കളെയും അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്ന CPM കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പോലീസ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ചതായിട്ട് കാണുന്നില്ല. പിന്നെ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയരാഘവൻ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്? അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ തയ്യാറാകണം. ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം CPM പടച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ്. ഇത് CPM ആണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പണമൊഴുക്കിയതും പണത്തിന്റെ ദൂർത്ത് കാണിച്ചതും CPM ആണ്. CPM-നെ പോലെയാണ് മറ്റ് പാർട്ടികളും എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPM നടത്തിയിട്ടുള്ളത്. കൊടകരയിലെ കുഴൽപ്പണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ തട്ടിപ്പിന് പിന്നിൽ ആരെന്ന കാര്യങ്ങൾ ബോധ്യമാകുമെന്ന് CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ. കുഴൽപ്പണം ഇടപാടിൽ CPM-ന്റെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന BJPയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആർക്കും നിയമ നടപടി സ്വീകരിക്കാം. കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പോലീസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ വസ്തുതകൾ പുറത്തുവരുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. അത് കോൺഗ്രസ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം മാത്രമാണ്. കാരണം ഇത് സംബന്ധിച്ചിപ്പോൾ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. പണം വന്നു എന്നതൊരു വസ്തുതയാണ്. അത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതും വസ്തുതയാണ്. അതിൽ കുറേ ആളുകളെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നീങ്ങി അതിൻ്റെ യഥാർത്ഥ കേന്ദ്രങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമ്പോൾ വസ്തുക്കൾ പൂർണ്ണമായി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മറ്റൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വസ്തുക്കൾ പുറത്തു വരട്ടെ, അവിടെ തീരുവത്. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിൽ 27.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. തൈക്കാട്ടുശ്ശേരിയിലെ പറമ്പിലെ ഷെഡിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് തൈക്കാട്ടുശ്ശേരി സ്വദേശി കൈലാത്തുവളപ്പിൽ സുന്ദരനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസും ഒല്ലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത കഞ്ചാവിന് ചില്ലറ വിപണിയിൽ 50 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഴകൃഷിത്തോട്ടത്തിന്റെ ഷെഡിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രശസ്ത ബാലസാഹിത്യകാരി സുമംഗല അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കുമരനെല്ലൂരിലെ വീട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6:15 അന്ത്യം. കഴിഞ്ഞ 40 വർഷമായി കുട്ടികൾക്കായുള്ള ധാരാളം പുസ്തകങ്ങളുടെ രചയിതാവാണ് സുമംഗല. 37 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 23 ബാലസാഹിത്യമാണ്. മിഠായിപ്പൊതി, നെയ്പായസം, മഞ്ചാടിക്കുരു, കുറിഞ്ഞിയും കൂട്ടുകാരും, നാടോടി ചൊൽക്കഥകൾ എന്നിങ്ങനെ ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. പഞ്ചതന്ത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സംസ്കൃതത്തിൽ നിന്ന് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് സുമംഗല വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1999 ബാലസാഹിത്യത്തിനുള്ള ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ബാറുകളും മദ്യവിൽപ്പനശാലകളും അടച്ചതോടെ കള്ള് ഷാപ്പുകളിൽ തിരക്കേറി തുടങ്ങി. പാഴ്സലായി മാത്രമാണ് വിൽപ്പന. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിന്റെ ഭാഗമായി ബാറുകളും വിദേശ മദ്യ വിൽപ്പനശാലകളും പെട്ടെന്ന് അടച്ചതോടെ നുരഞ്ഞു പതിയുന്ന കള്ളാണ് മദ്യപാനികൾക്ക് ഏക ആശ്രയം. ഇതിനാൽ തന്നെ കള്ള് ഷാപ്പുകളിൽ തിരക്കേറി വരികയാണ്. ഷാപ്പുകളിൽ ഇരുന്ന് കഴിക്കാൻ അനുമതിയില്ല. പാഴ്സലായാണ് കള്ള് വിതരണം ചെയ്യുന്നത്. പല ഷാപ്പുകളിലും ഉച്ചയോടെ തന്നെ സ്റ്റോക്ക് തീർന്നു. ശാലകളില്ലാത്തത് കൊണ്ടേ കള്ള് വളരെ സ്റ്റോക്ക് കുറവാണ്, തീർന്നുകൊണ്ടിരിക്കണം. കുറച്ചും കൂടി ഉള്ളോ, പാർസലൊക്കെ കൊടുക്കണമല്ലോ, ഇരുത്തി കൊടുക്കണമെന്നില്ല. എന്നാൽ ചില ഷാപ്പുകളിലാകട്ടെ തിരക്ക് തീരെ കുറവാണ്. മദ്യശാലകൾക്കൊപ്പം കള്ളുഷാപ്പുകളും അടച്ചുവെന്ന ധാരണയിലാണ് പലരും ആദ്യ ദിനം എത്താത്തതെന്നും അടുത്ത ദിവസം തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും കള്ളുഷാപ്പ് ഉടമകൾ പറയുന്നു. കാലത്ത് തൊട്ട് തന്നെ തിരക്കില്ല. കള്ളുഷാപ്പ് ഇന്ന് തുറക്കുമെന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഓരോരുത്തരെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ട്. പാർസൽ മാത്രം, ഇവിടെ നിന്നുള്ള കൂടിയില്ല. അപ്രതീക്ഷിതമായി ബാറുകളും മദ്യവിൽപ്പനശാലകളും പൂട്ടിയതോടെ മദ്യപാനികളിൽ പലരും വെട്ടിലായി. താൽക്കാലിക ആശ്വാസമായ കള്ളുഷാപ്പുകളും ഇനി പൂട്ടുമോ എന്ന ആശങ്കയിലാണ് പലരും. TCV ന്യൂസ്, തൃശൂർ. മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡിൽ നിന്ന് രാവിലെ മുതൽ കാണാതായ കോവിഡ് രോഗിയെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുരിയച്ചിറ സ്വദേശി പാറപ്പറമ്പിൽ മോഹനനെയാണ് ഉച്ചയോടെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ മുതൽ സെക്യൂരിറ്റി വരെ കൂടുതൽ ജീവനക്കാരെ കോവിഡ് പ്രതിരോധത്തിന് അടിയന്തരമായി നിയമിക്കണമെന്ന് KPCC സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു.
മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട് വലപ്പാട് ബീച്ചിൽ മണൽപ്പരപ്പിൽ ഇടിച്ചു കയറിയ ബോട്ട് ദിവസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തിരികെ കടലിലിറക്കി. 4 ദിവസമായി മണൽപ്പരപ്പിൽ കുടുങ്ങിയ ബോട്ട് ലക്ഷങ്ങൾ ചിലവഴിച്ചുള്ള അധ്വാനത്തിനൊപ്പം വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ സഹായത്തോടു കൂടിയാണ് കടലിൽ ഇറക്കാനായത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വലപ്പാട് ബീച്ചിൽ മണൽപ്പരപ്പിൽ മുനമ്പം സ്വദേശി അറമ്മി വീട്ടിൽ സതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ട് ഇടിച്ചു കയറിയത്. മുനമ്പത്ത് നിന്ന് വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ 14 മത്സ്യത്തൊഴിലാളികളുമായി പുറപ്പെട്ടതായിരുന്നു ബോട്ട്. ഇതിനിടെ സ്രാങ്ക് ഉറങ്ങിപ്പോവുകയും നിയന്ത്രണം വിട്ട ബോട്ട് അപകടത്തിൽപ്പെടുകയുമായിരുന്നു. 2 ബോട്ടുകളും 12 തൊഴിലാളികളും JCBയും ഉപയോഗിച്ചുള്ള പ്രയത്നത്തിനൊടുവിലാണ് ബോട്ട് കടലിൽ ഇറക്കാനായത്. നങ്കൂരമടക്കം ഭാരമുള്ള ബോട്ടിലെ മുഴുവൻ സാമഗ്രികളും ആദ്യം ചെറുവഞ്ചിയിൽ കരയിലെത്തിച്ചു. തുടർന്ന് പല ഘട്ടങ്ങളിലായി മുൻഭാഗത്ത് വടം കെട്ടി ബോട്ട് കടലിന് നേരെയാക്കാനുള്ള നീക്കം തുടങ്ങി. രാത്രി 11 മണിയോടെയുണ്ടായ വേലിയേറ്റം ബോട്ടിനെ കടലിന് അഭിമുഖമാക്കാൻ സഹായിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8:30 തുടങ്ങിയ പ്രവർത്തനത്തിനൊടുവിൽ 9:15 ബോട്ട് തിരികെ കടലിലിറക്കിയത്. TCV തൃപ്രയാർ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി. പാലക്കാട് പെരിങ്ങോട്ടുകുരിശി സ്വദേശി ചുള്ളിക്കൽ വീട്ടിൽ സുജിത്തിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 മാസം മുമ്പ് നവമാധ്യമത്തിലൂടെ പരിചയത്തിലായ യുവതിയുടെ നഗ്നചിത്രങ്ങൾ കൈവശപ്പെടുത്തുകയും പിന്നീട് തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഭർത്താവിനെ കാണിച്ച് കുടുംബജീവിതം തകർക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. മുൻപും പോക്സോ അടക്കമുള്ള നിരവധി പീഡന കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട്. ചിത്രരചനയിലൂടെ വരയുടെ ലോകത്ത് കാഴ്ചയുടെ വസന്തമൊരുക്കി കാണികൾക്ക് നവ്യാനുഭവം സമ്മാനിക്കുകയാണ് വിദ്യാർത്ഥികളായ ഋഷികേശ് കല്യാണും സഹോദരി മാനസ കല്യാണും. തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ കലിയുഗ് എന്ന ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ജ്വല്ലറി ബിസിനസ് രംഗത്തെ കുലപതികളായ കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമന്റെ പേരക്കുട്ടികളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് കല്യാണരാമൻ മായ ദമ്പതികളുടെ മക്കളുമാണ് 11ൽ പഠിക്കുന്ന ഋഷികേശും 9ൽ പഠിക്കുന്ന മാനസയും. പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനികേതനിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ചെറുപ്പം മുതലേ ചിത്രരചനയിൽ തൽപരരായ ഇവർ കഴിഞ്ഞ 6 വർഷമായി ഷൈൻ കരുണാകരൻ എന്ന അധ്യാപകന്റെ കീഴിൽ ചിത്രകല അഭ്യസിച്ചു വരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ കഴിഞ്ഞ 7 മാസം കൊണ്ട് ഇരുവരും വരച്ച 70ഓളം ചിത്രങ്ങളും 2 ഇൻസ്റ്റലേഷനുകളുമാണ് പ്രദർശനത്തിൽ ഉള്ളതെന്നും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ ചിത്രങ്ങളും ഇൻസ്റ്റലേഷനുകളുമെന്നും ഋഷികേശ് കല്യാണും മാനസ കല്യാണും പറയുന്നു. ഞങ്ങൾ പൊതുവെ അക്രിലിക് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങൾ നൈഫ് പെയിൻറ്റിംഗ് എന്ന് പറയും. ഒരു നൈഫ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യും. ഞങ്ങൾ പെയിൻറ്റ് ബ്രഷ് കുറച്ച് എക്സ്പീരിയൻസ് ആയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കി. ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലോകം മുഴുവൻ പൊല്യൂഷനായി, എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ നോക്കണം. ഞങ്ങൾക്ക് അറിയുന്നത് ആർട്സാണ്, അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ട് ഒരു 7 മാസമായിട്ട് പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീച്ചർ ഷൈൻ കെ, അദ്ദേഹം ഐഡിയ പറയും. ആ ഐഡിയ വെച്ചിട്ട് ഞങ്ങൾക്ക് എത്ര ചെയ്യാൻ കഴിയുമോ അത്രയും ഞങ്ങൾ പെയിൻറ്റ് ചെയ്യും. ഞങ്ങൾ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. സോ ഇതൊക്കെ ഞങ്ങളുടെ ഫുൾ എക്സ്പീരിയൻസസ് ഒക്കെയാണ്. ഞാൻ കുറച്ചുകൂടി ബേസിക്കായിട്ട് ചെയ്യും. പക്ഷെ ചേട്ടനാണെങ്കിൽ കുറേ ഇമോഷൻസ് ഒക്കെ മിക്സ് ആയിരിക്കും. ഇവിടത്തതൊക്കെ ഫുൾ മിക്സ്ഡ് ഇമോഷൻസ് ആണ്. പിന്നെ ഇവിടെ ചേട്ടനാണ് കുറച്ചുകൂടി ഐഡിയാസ് ജാസ്തി. എല്ലാം അങ്ങനെയാണ്. ബട്ട് ചിലതൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ട്രയൽ എറർ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തിരിക്കും. കുറച്ച് എക്സ്പീരിയൻസിന് വേണ്ടി ചിലത് ചെയ്തിരിക്കും.
ഇടവേള. വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് സ്തുത്യർഹ സേവനം നടത്തിയ കോർപ്പറേഷൻ വൈദ്യുതി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. പൂരത്തിനിടയിൽ മടത്തിൽ വരവ് എഴുന്നള്ളിപ്പിനിടെ ആൽമരം വീണുണ്ടായ അപകടത്തിൽ യഥാസമയം ഇടപെട്ട് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയ തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി വിനു കൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ്, സബ് എഞ്ചിനീയർ അനിൽകുമാർ, പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ഏർപ്പെടുത്തിയ കോർപ്പറേഷൻ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീദേവി എന്നിവരെയാണ് മേയർ M.K. വർഗീസ് ഉപഹാരം നൽകി ആദരിച്ചത്. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P.K. ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, സാറാമ റൂബ്സൺ, സെക്രട്ടറി വിനു C. കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം 9-ാം വാർഡിൽ പുഴയോരത്തെ സംരക്ഷണ ഭിത്തികൾ തകരുന്നത് തീരദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന് ആശങ്ക. ഇടയ്ക്കിടെയുണ്ടാകുന്ന വേലിയേറ്റത്തിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ വഴിയും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. ചേറ്റുവ പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷം. 2 വർഷത്തിലധികമായി ഇവിടെ ഭിത്തികൾ തകർന്ന നിലയിലാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഇത്തരം ഭാഗങ്ങളിൽ മുൻപ് വെള്ളം കയറാതിരിക്കാനായി സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു. എന്നാൽ 2 തവണയുണ്ടായ പ്രളയത്തിൽ ഭിത്തികൾ പൂർണ്ണമായും തകർന്നു. വേലിയേറ്റത്തിൽ കൃഷികൾ നശിക്കുകയും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്നത് വഴി തെങ്ങ്, വാഴ, കവുങ്ങ് തുടങ്ങിയ അനുബന്ധ കൃഷികളും നശിച്ചു. ഇതും നിരവധി കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. ശക്തമായ വേലിയേറ്റത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൂടുതലായും വെള്ളം ഇരച്ചു കയറുന്നത് വഴി കരയുടെ ഭാഗങ്ങൾ പുഴ കവർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം പ്രദേശങ്ങളിൽ അധികൃതർ അടിയന്തരമായി ഭിത്തികൾ നിർമ്മിക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഷുഹൈബ് കടപ്പുറം ആവശ്യപ്പെട്ടു. കൃഷി, തെങ്ങ് കൃഷി, കഴുങ്ങ് കൃഷി, അതുപോലെ മറ്റു അനുബന്ധ കൃഷികളൊക്കെ ഉപ്പുവെള്ളം കയറിയത് മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യാപകമായിട്ടുള്ള കൃഷിനാശവും അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമവും ഉണ്ടാകുന്നത്. അപ്പോൾ അടിയന്തരമായി ഒരുപാട് വർഷങ്ങളായി ഈ ഭിത്തി മെയിൻ്റനൻസ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അടിയന്തരമായി ഈ ഭിത്തി കെട്ടാനുള്ള ഒരു നടപടിയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. പുഴയോര വാർഡുകളിൽ സംരക്ഷണ ഭിത്തി കെട്ടി കര സംരക്ഷിക്കുന്നതിനായി ജലസേചന വകുപ്പ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പുഴയോട് ചേർന്ന ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം, തോടുകളിൽ 2 സ്ലൂയിസുകൾ, മുനക്കക്കടവ് തീരദേശ പോലീസ് സ്റ്റേഷനിൽ ബോട്ട് ജെട്ടി നിർമ്മാണം തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനായി 2,08 ലക്ഷം രൂപയാണ് ഇറിഗേഷൻ വകുപ്പ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പണികൾ തുടങ്ങിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. കാലവർഷം കനക്കുമ്പോഴേക്കും ഭിത്തികൾ പണിയേണ്ടത് ആവശ്യമാണ്. പ്രദേശവാസികളുടെ ദുരിതാവസ്ഥ തിരിച്ചറിഞ്ഞ് അധികൃതർ ദ്രുതഗതിയിൽ ഭിത്തി നിർമ്മാണം ആരംഭിക്കണമെന്നും ഇതോടൊപ്പം ജൈവവേലിയായി കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്. TCV ചാവക്കാട്. വാക്സിൻ ചലഞ്ചിൽ കൈകോർക്കാൻ 10ാം ക്ലാസ്സുകാരനായ ചിത്രകാരനും കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം പണിക്കശ്ശേരി ബിനോയുടെ മകനായ അക്ഷയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണത്തിനായി ചിത്രം വരയ്ക്കുന്നത്. താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയിട്ട് അത് ദുരിതാശ്വാസ നിധിയിലേക്ക് അവരവർ തന്നെ അയച്ചാൽ മതിയെന്നാണ് അക്ഷയന്റെ പക്ഷം. ഇത്തരത്തിൽ നിരവധി പേർ ചിത്രം വരപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അക്ഷയ് ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവൻ്റെതായ ഒരു സംഭാവന കൊടുത്തിരുന്നു. ഈ പ്രാവശ്യം അവൻ്റെ ക്യാഷായിട്ട് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അവനൊരു ഐഡിയ എന്നോട് പറയായിരുന്നു, ഞാൻ പടം വരയ്ക്കുക, ആരെങ്കിലും സംഭാവന തരികയാണെങ്കിൽ ആ കാശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം, വാക്സിൻ ചലഞ്ചിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനകം 100 കണക്കിന് ചിത്രങ്ങൾ ഈ കലാകാരൻ വരച്ചു കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം ഉപയോഗിച്ച് ചുവരിൽ കുത്തിവരച്ചു തുടങ്ങിയ അക്ഷയ് 3 വർഷം മുൻപാണ് ചിത്രരചന ഗൗരവമായി എടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മോഹൻലാൽ തുടങ്ങി ഒട്ടനവധി പ്രശസ്തരും അല്ലാത്തവരുമായവരുടെ ചിത്രങ്ങൾ അക്ഷയ് ഇതിനകം വരച്ചിട്ടുണ്ട്. കടലാസ് പെൻസിൽ ഉപയോഗിച്ചാണ് കൂടുതലായും ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപൂർവമായി കളർ പെൻസിലും ഉപയോഗിക്കാറുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. വാർത്തകളിലേക്ക്. കാട്ടാനകളുടെ കടന്നുകയറ്റത്താൽ അതിരപ്പള്ളി റോഡിലെ യാത്രകൾ ഭീതിതമായി. കൊന്നക്കുഴി മുതൽ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ ആനകളുടെ വിഹാര കേന്ദ്രമാണ്.
നേരത്തെ ആനത്താരികളിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് എവിടെയും എപ്പോഴും കൊമ്പന്മാരും പിടിയാനകളും പ്രത്യക്ഷപ്പെടുകയാണ്. തുമ്പൂർ മൊഴിയിലാണെങ്കിൽ കൂട്ടമായാണ് സഹ്യന്റെ മക്കൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത്. പ്ലാന്റേഷൻ കാടുകളിൽ നിന്നും പുഴ കടന്നെത്തി കോട്ടാമല വെട്ടിക്കുഴി മലയോരങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളാണ് ഭീതിയും നാശവും വിതച്ചു വിലസുന്നത്. കുട്ടികളുമായി വെള്ളം കുടിക്കാനുള്ള പുഴയിലേക്കുള്ള ഇവരുടെ വരവാണ് വാഹനയാത്രികർക്ക് അങ്കലാപ്പുണ്ടാക്കുന്നത്. ഇതിനകം പല ഇരുചക്ര വാഹനങ്ങളും അപകടങ്ങളിൽപ്പെട്ടു. ഇതോടൊപ്പം പരിസരത്തെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലും ആനക്കൂട്ടം എത്തുന്നുണ്ട്. രാത്രികാലങ്ങളിലെ താണ്ഡവത്തിൽ നിരവധി കാർഷിക വിളകളും നശിപ്പിക്കുകയാണ്. തുമ്പൂർ മൊഴി കാർഷിക സർവകലാശാല ഫാമിൽ ഇതാദ്യമായി കഴിഞ്ഞയാഴ്ച പകൽ സമയത്തും ആനകൾ ഇറങ്ങി. 3 വർഷം മുൻപ് വരെ ചാട്ടുകല്ലൂത്തറ പ്രദേശത്ത് ആനകൾ ഇറങ്ങാറില്ലെന്ന് ചായക്കടക്കാരൻ കല്ലിങ്ങപ്പുറം വിജയൻ പറഞ്ഞു. പരിസരത്തെ നിരവധി കൃഷിക്കാരാണ് ആനകളുടെ കടന്നുകയറ്റത്തിൽ ദുരിതം നേരിടുന്നത്. TCV ചാലക്കുടി. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. എരുമപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷ പാർക്കിലേക്ക് ഇടിച്ചു കയറി. കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. സിറ്റി ഗോൾഡ് കടയുടമ കുണ്ടന്നൂർ ചാത്തുകുളം വീട്ടിൽ സിദ്ദിഖിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് റോഡ് നിർമ്മാണത്തിൽ അപാകതയെന്ന ആരോപണം. അപകട മേഖലയായ പ്രദേശത്ത് അറിയിപ്പിനായുള്ള സൂചനാ ബോർഡുകളോ സംരക്ഷണ ഭിത്തികളോ നിർമ്മിക്കാതെയാണ് റോഡ് പുനരുദ്ധാരണം നടത്തിയതെന്ന് ആക്ഷേപമുണ്ട്. നെള്ളൂർ പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ച താൽക്കാലിക തടയണയിലെ ജലനിരപ്പ് കുറയ്ക്കുവാൻ നടപടിയായി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. 3 ദിവസമായി അടച്ചിട്ടിരുന്ന അന്തിക്കാട് വെറ്റിനറി പോളിക്ലിനിക് ഫയർ റെസ്ക്യൂ സർവീസിന്റെ നേതൃത്വത്തിൽ അണുമുക്തമാക്കി. ബുധനാഴ്ച മുതൽ പോളിക്ലിനിക്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അറിയിച്ചു. പൂപ്പത്തിയിൽ നിർമ്മിച്ച കലുങ്കിൽ അപകടങ്ങൾ പതിവാകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് അധികൃതരെ സമീപിച്ചു. ഇതു സംബന്ധിച്ച TCV വാർത്തയെ തുടർന്നാണ് പ്രസിഡന്റ് ഡെയ്സി തോമസ് പൊതുമരാമത്ത് അധികൃതരെ കണ്ടത്. സോളാർ തട്ടിപ്പ് കേസിൽ സരിത S. നായരെ 6 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,445 രൂപ, വെള്ളി 10 ഗ്രാമിന് 720 രൂപ, തങ്കം ഗ്രാമിന് 4,900 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവിൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്ത് 30,000 കടന്ന കോവിഡ് രോഗികൾ. സ്ഥിതി അതീവ ഗുരുതരം. ജനിതക മാറ്റമെന്ന വൈറസ് വ്യാപനം കൂടുന്നതായി മുഖ്യമന്ത്രി. ജില്ലയിൽ 3097 പേർക്ക് കൂടി കോവിഡ്. 4 ദിവസത്തിനകം രോഗികളുടെ എണ്ണം ഇരട്ടിക്കുമെന്ന് മുന്നറിയിപ്പ്. മെഡിക്കൽ കോളേജിൽ 300 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ പ്ലാന്റ് ഒരാഴ്ചയ്ക്കകം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രമുഖ ആശുപത്രികളിൽ കോവിഡ് കിടക്കകൾക്ക് ക്ഷാമം. തൃശൂർ നഗരത്തിലെ മാർക്കറ്റുകളിലെ തൊഴിലാളികളെ ബുധനാഴ്ച മുതൽ കർശന കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ജില്ലാ കളക്ടർ. പരിശോധനയ്ക്ക് സഹകരിച്ചില്ലെങ്കിൽ മാർക്കറ്റ് അടച്ചിടലടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും കളക്ടർ. കൊടകരയിലെ കുഴൽപ്പണം തട്ടിപ്പ്. അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം വ്യക്തമാക്കാതെ റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി TCVക്ക്. BJP നേതാക്കളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന CPM നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. അനീഷ് കുമാർ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ പണം കൊള്ളയടിച്ചതിന് പിന്നിൽ ആരെന്ന് ബോധ്യമാകുമെന്ന് CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ. തൈക്കാട്ടുശ്ശേരിയിൽ വാഴത്തോട്ടത്തിന്റെ ഷെഡിൽ നിന്നും 27.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. പിടികൂടിയ കഞ്ചാവിന് 50 ലക്ഷം രൂപയോളം വില വരുമെന്ന് പോലീസ്. പ്രശസ്ത ബാലസാഹിത്യകാരി സുമംഗല അന്തരിച്ചു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.